ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. ബ്രെഡ് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണിത്. ഒരുപാട് ചേരുവകളൊന്നും നമുക്കിതിന് വേണ്ട. കണ്ടോ, വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പവുമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരുപാട് ചേരുവകളൊന്നും ഇതിന് വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. നിങ്ങൾക്കറിയാമായിരിക്കാം, എന്നാലും ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കിയപ്പോഴും നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരികയാണ്. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിനായിട്ട് ഞാനൊരു കപ്പിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അഥവാ പാൽപ്പൊടി ഇല്ല എങ്കിൽ നിങ്ങൾ പാലെടുത്താലും മതി. അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്കത് നന്നായിട്ടൊന്ന് കലക്കി, കട്ടകളൊക്കെ ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാനൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേ നമുക്കതിലേക്ക് ബട്ടറോ എണ്ണയോ നെയ്യോ എന്ത് വേണേലും ഉപയോഗിക്കാം നമ്മൾക്ക്. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് ഇട്ടത് കൊണ്ട് തന്നെ അതൊന്ന് മെൽറ്റായിട്ട് വരണം. അപ്പം നമ്മളുടെ ബട്ടർ ഇതുപോലെ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് വരുന്ന വിധത്തിൽ ഒന്ന് തട്ടിയിട്ട് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. 2 പീസ് ബ്രെഡാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ രണ്ടും കൂടി അടുപ്പിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ആ ബ്രെഡൊന്ന് മൊരിഞ്ഞ് വരണം. ബ്രെഡ് പതുക്കെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചേരുവകൾ ഇട്ട് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് പഞ്ചസാര മതി. ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ചെല്ലുന്ന വിധത്തിൽ നമ്മൾക്ക് ആ പഞ്ചസാര ഇങ്ങനെ ഒന്ന് തൂകി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി. അതൊന്ന് നിരത്തിയിട്ട് ചെറിയൊരു മധുരം കിട്ടും. നമ്മളുടെ പാൽപ്പൊടിക്ക് ഓൾറെഡി അതിനകത്ത് മധുരം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച്, ഒരു 1/4 ടീസ്പൂണോളം എടുത്താലും മതി. അതൊന്ന് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ, അവർക്ക് മധുരം കുഴപ്പമില്ലല്ലോ. അതിനുശേഷം പിന്നെ ഞാൻ എടുക്കുന്ന ചുരണ്ടിയ തേങ്ങയാണ്. അത് ഇതുപോലെ ഓരോ ടീസ്പൂണോളം ഓരോ ബ്രെഡിലും ഇട്ട് കൊടുത്ത് നമ്മൾക്ക് ആ പഞ്ചസാരയുടെ മുകളിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. കേട്ടോ, ഇപ്പം എല്ലായിടത്തും അത് ഒന്ന് നിരന്ന് വന്നിട്ടുണ്ട് നമ്മളുടെ ആ തേങ്ങാപ്പീര. അതിനുശേഷം നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന പാൽപ്പൊടിയുടെ പാല് ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പാൽപ്പൊടി ഇല്ല എങ്കിൽ നിങ്ങൾ നോർമൽ പാലെടുത്ത് ഇതുപോലെ എടുത്താലും മതി. പക്ഷേ പാൽപ്പൊടി ആകുമ്പോഴൊരു ക്രീമി ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരും. അതുപോലെ തന്നെ അതൊന്ന് ഉണ്ടോ, ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ പാൽപ്പൊടി ഇതുപോലെ കലക്കി ഒഴിക്കുമ്പോൾ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ടേസ്റ്റും വരും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. ഇനി നമ്മളുടെ ആ ബ്രെഡിൻ്റെ അടിഭാഗമൊക്കെ മൊരിഞ്ഞു കാണും. അപ്പം നമ്മൾക്ക് ഇതുപോലെ ഒന്നെടുത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒരെണ്ണത്തിൻ്റെ മുകളിലേക്ക് ഒരെണ്ണം വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒരേ ലെവലിലാക്കാം. ഇതൊന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി നമ്മൾക്ക് 2 വശവും ഒന്ന് മൊരിച്ചെടുക്കണം. ബട്ടർ വേണമെങ്കിൽ കുറച്ചും കൂടി മുകളിലും താഴെയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അവർക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടാകാനും വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ബട്ടർ മുകളിലും താഴെയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ അതിന് മാത്രം ബട്ടറൊന്നും ഒഴിക്കുന്നില്ല. ആദ്യമേ ആ ഒഴിച്ച ബട്ടർ കൊണ്ട് തന്നെ മൊരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തട്ടിയൊക്കെ ഇട്ട് എല്ലായിടത്തും ആ ബട്ടർ കണ്ടോ. ഇപ്പം ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ എടുത്തൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതി.
കുറച്ചും കൂടിയൊക്കെ ബട്ടർ ഒഴിച്ച് കൊടുക്കാമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ടൊക്കെ മൊരിഞ്ഞ് കിട്ടും. ആ ചൂടോടുകൂടി നമ്മൾ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. വീണ്ടും ഞാൻ അതുപോലെ തന്നെ ഞാൻ വളരെ കുറച്ച് ബട്ടറേ ഉപയോഗിക്കുന്നുള്ളൂ. വീണ്ടും ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും വരുന്ന വിധത്തിൽ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്രെഡ് പീസ് വെച്ച് കൊടുക്കാം. ഓരോ ബ്രെഡും ഇതുപോലെ നേരത്തെ നമ്മൾ വെച്ചതുപോലെ തന്നെ ആ നെയ്യൊക്കെ ഒന്ന് തൂത്ത് ഇതുപോലെ ഒന്ന് നെയ്യുടെ ബട്ടറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കണം. അപ്പം നമ്മളുടെ അടിഭാഗം മൊരിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾക്ക് ലേശം പഞ്ചസാരയും അതുപോലെ തന്നെ ഇപ്പോൾ അടിവശമൊക്കെ ഒരുമാതിരി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ഇതുപോലെ ഒന്ന് കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി മധുരം ഞാൻ എടുക്കുന്നില്ല. പിന്നെ കുറേശ്ശെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി നമ്മൾക്ക്. ഇനി നമ്മൾക്ക് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ പോലെ തന്നെ ആ തേങ്ങ, നമ്മൾ ചുരുണ്ടിയ തേങ്ങ, ആ തേങ്ങാപ്പീര ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പഞ്ചസാര എടുത്തതിനെക്കാട്ടി കുറച്ചും കൂടി കൂടുതൽ വേണം തേങ്ങ നമുക്കിടുവാനായിട്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പഞ്ചസാരയും തേങ്ങയൊക്കെ ഒരുപോലെ തന്നെ അങ്ങ് എടുക്കുക. അതുപോലെ തന്നെ നെയ്യും അതുമല്ലെങ്കിൽ ബട്ടറൊക്കെ നന്നായിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ പാൽപ്പൊടിയുടെ പാല് എടുത്ത് ഇതുപോലെ ഒന്ന് എല്ലാ സ്ഥലത്തും വരുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഓരോന്നിലും ഒരു 4-5 സ്പൂൺ വെച്ച്, ടീസ്പൂണാണ്, 4-5 ടീസ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് ഒരു സൈഡ് അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾക്ക് ഒരു 5 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിലിരിക്കുമ്പോൾ നമ്മളുടെ ബ്രെഡിൻ്റെ അടിഭാഗമൊക്കെ മൊരിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സമയം നമ്മൾക്ക് അതിനുള്ളിൽ നമുക്ക് ഈ ഫില്ലിംഗ് ഒക്കെ രണ്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ, രണ്ടും ഒരുപോലെ വരുന്ന വിധത്തിലൊന്ന് തട്ടിയൊക്കെ യോജിപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് അമർത്തി കൊടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് മൊരിച്ചെടുക്കാം. അങ്ങനെ അതും മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ എല്ലാം ഒരു 10 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ 5 പീസായിട്ട് ഇതുപോലെ ഈ 2 ബ്രെഡ് വീതം വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. കണ്ടോ, വളരെ ടേസ്റ്റാണ്. കണ്ടോ, ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്